ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും എൻ്റെ പ്രീവിയസ് വ്ളോഗ് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഓടിച്ചെന്ന് കണ്ടേക്കണേ. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. സോ ഇത് ഹൗസ് ബോട്ടിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. മോർണിംഗ് ഒരു 5:45 ഒക്കെ ആയി കാണും. ഞങ്ങൾ റെഡി ആവുകയാണ് രാവിലത്തെ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്. കൊച്ചു ബേബിയെ കൊണ്ടുപോകുന്നില്ല, അത് ഞാൻ പ്രീവിയസ് വ്ളോഗിലെ പറഞ്ഞല്ലോ. വാട്ടർ ആക്ടിവിറ്റീസ് ഡേഞ്ചറസ് ആണ്, കൊച്ചുകുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആശമ്മയെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളെല്ലാവരും റെഡിയായി. ഒരു ലോഡ് സൺസ്ക്രീനും തേച്ച് ഞങ്ങളിതാ പുറപ്പെടുകയാണ് സുഹൃത്തുക്കളെ. 6 മണിക്ക് പക്ഷേ ആകാശം കണ്ടോ, എന്തോ 8 മണി ആയതുപോലെ ഇല്ലേ. എൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരല്പം പ്രസന്നത കുറവ് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇത് മറ്റൊന്നും കൊണ്ടല്ല, വല്ലാത്ത ഭയം കാരണമാണ്. കാരണം ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കയാക്കിംഗ് ആണ്. കുഞ്ഞാവ ഓൾറെഡി ഇത് കുറേ തവണ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. കുഞ്ഞാവ എന്ന് പറഞ്ഞാൽ മനു കേട്ടോ. അനു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അനു അങ്ങനെ പൊതുവെ പേടിയുള്ളൊരു കുട്ടിയൊന്നുമില്ല. അരുൺ ചേട്ടനും ഓഫ് കോഴ്സ് അവർക്കും പേടിയൊന്നും ഇല്ലായിരുന്നു. അവരും സൂപ്പർ കൂളായിരുന്നു. ഇതിൽ പേടിച്ച് മുട്ടിടിച്ച് പണ്ടാരടങ്ങി നിൽക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം ഞാനൊരു ചിരി കൊണ്ട് മാക്സിമം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളൊരു ട്രിപ്പ് വരുമ്പം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ട്രിപ്പ് വേസ്റ്റായി പോവില്ലേ. അതുകൊണ്ട് ഞാനൊരു തീരുമാനം അങ്ങ് എടുത്തു. ഞാൻ സ്വന്തമായിട്ട് കയാക്കിങ് ചെയ്യില്ല, അതിനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ എവിടെയെങ്കിലും കായെല്ലാം നടുക്ക് വെച്ച് ഒന്നെങ്കിൽ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും, അല്ലെങ്കിൽ ഞാൻ മുങ്ങിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. പകരം നല്ല ഓടിക്കാൻ അറിയുന്ന നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റോവർ, അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ബോട്ട് റോ ചെയ്യുന്ന ആൾ എന്തുവാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ഓക്കെ, അപ്പം നമ്മളെല്ലാം ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു റെഡിയായി. രാഹുൽ ഉണ്ട് നമ്മുടെ പുറകെ വന്ന് നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അവർ വേറെ ഒരു ഇതിലാണ് വരുന്നത്. അരുൺ ചേട്ടനും അനുവും കൂടി ഒരു കയാക്കിൽ കയറി. അതിന് ആ സാധനത്തിന് കയാക്കെന്നാണോ പറയുന്നത്? ആയിരിക്കണം കേട്ടോ, ഞാൻ തെറ്റാണ് പറയുന്നതെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കൂ നിങ്ങൾ. ഓക്കെ, അപ്പോൾ അരുൺ ചേട്ടൻ എനിക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് തരുവാണ് കേട്ടോ. അതുപോലെ എനിക്ക് മര്യാദയ്ക്ക് ഇടാൻ അറിയത്തില്ല. ഞാൻ എന്തിനാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പം എനിക്കെന്നെ മനസ്സിലാവുന്നില്ല. കുഞ്ഞാവ സിംഗിൾ സീറ്റുള്ള സംഭവത്തിലാണ് കയറിയത്. കുഞ്ഞാവ അടിപൊളി, ഫുൾ സെറ്റ്, ഫുൾ കോൺഫിഡൻറ്റ്. തുഴഞ്ഞ് കുഞ്ഞാവ ഏത് ദിക്കിലോട്ട് വേണമെങ്കിലും പോകും, അത്രയ്ക്കും കോൺഫിഡൻറ്റ് കേട്ടോ. ഞാനും അർജുൻ ചേട്ടനും കൂടെ ഒരെണ്ണത്തിൽ കയറാൻ നിന്നപ്പോൾ അവരപ്പം തന്നെ പറഞ്ഞു, വേണ്ട, അത് ശരിയാവില്ല. നമ്മൾ രണ്ടുപേരും അത്യാവശ്യം നല്ല ഹെവി സൈഡ് ആയതുകൊണ്ട് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അർജുൻ ചേട്ടനെ അവരെ എന്നിൽ നിന്നും പിരിച്ചു കളഞ്ഞു ഗൈസ്. അർജുൻ ചേട്ടനെ തനിയെ കയറ്റി വിട്ടു. അനുവിനെ അരുൺ ചേട്ടനെയും ഒരുമിച്ച് വിട്ടു. ഞാനും വേറൊരു എക്സ്പേർട്ട്, ഞാൻ പറഞ്ഞില്ലേ കയാക്ക് ചെയ്യുന്നതിലെ എക്സ്പേർട്ടും കൂടിയാണ് പോയത്. അതിൽ കയറിയിരിക്കുന്നൊക്കെ അനു സിമ്പിൾ ആൻഡ് കൂളായിട്ട് കയറിയിരുന്നു കേട്ടോ. ഞാനായിരുന്നു അവിടെ കിടന്ന് അയ്യോ പത്തോന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അനുവിനെയും വെച്ച് റോ ചെയ്തുകൊണ്ട് അരുൺ ചേട്ടന് ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. തനിയെ ആയിരുന്നെങ്കിൽ അരുൺ ചേട്ടന് കുറച്ചും കൂടെ നന്നായിട്ട് റോ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അനുവിന് തനിയെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ വിട്ടില്ല, എനിക്ക് പേടി. അർജുൻ ചേട്ടൻ വ്യത്യസ്ത രീതികളിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ ചേട്ടൻ അറിയാം വെറും വേസ്റ്റാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവസാനം എന്തായാലും പിടച്ച് തുള്ളി കിടക്കും എന്നുള്ളത് അറിയാം. എന്നാലും ഒരവസരം കിട്ടുമ്പോൾ അങ്ങനെ എന്നെ തഴയാറില്ല കേട്ടോ, മാക്സിമം എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അർജുൻ ചേട്ടനും കൂടെ കയറി ഇരുന്നപ്പോഴത്തേക്കും മനസ്സുകൊണ്ട് ഞാൻ ചത്ത് കേട്ടോ, പേടിച്ചിട്ടാണ്. അതായത് നെക്സ്റ്റ് ഞാൻ കയറണ്ടേ, അയ്യോ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പതുക്കെ വരാതിരുന്നാലോ എന്നൊക്കെ ആലോചിക്കായിരുന്നു കേട്ടോ. എൻ്റെ ഹാർട്ട് ബീറ്റ്, അതായത് എൻ്റെ നെഞ്ചടിക്കുന്നത് ഡ്രസ്സിൻ്റെ ഒക്കെ മേളിൽ കൂടെ കാണാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പിടയ്ക്കുകയായിരുന്നു എൻ്റെ ഹൃദയം. എങ്ങനെയൊക്കെയോ അവിടെ ഉള്ളവരെ എല്ലാവരും ഞാൻ വെറുപ്പിച്ചെന്ന് വേണം പറയാം. മെയിനായിട്ട് തന്നെ എൻ്റെ ബാക്കിലിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ നല്ല രീതിയിൽ വെറുപ്പിച്ചു കേട്ടോ. പേടിച്ച് കരഞ്ഞ് കീറി വിളിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് കായൽ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കയറി എങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. ഇതിലിരിക്കാൻ ഇത്രയും സമയം മറ്റാരും എടുത്തില്ല കേട്ടോ. ആ റെക്കോർഡ് ഞാൻ തന്നെ നേടി. ഞാൻ അവിടെ എനിക്ക് 70 വയസ്സാകുമ്പോൾ ഞാനൊരു കസേരയിലിരിക്കാൻ എന്ത് പാടുപെടും എന്നുള്ളത് ഞാൻ ഇപ്പോഴേ കണ്ടു. എന്തായാലും എന്നെ ഇരുത്തിയത് ആ ചേട്ടൻ പോയപ്പോൾ എൻ്റെ ബോധം പോയി കേട്ടോ. ഞാൻ അവിടെ കിടന്ന് ചേട്ടാ പോകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നുണ്ട്. കണ്ടോ, അയ്യോ. അദ്ദേഹം റോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഫണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആ പേടിയൊക്കെ കുറച്ചായിട്ട് മാറി തുടങ്ങി. ബാക്കിയുള്ളവരൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. കുഞ്ഞോടെ പൊടി പോലും കാണാനില്ല, അങ്ങ് പോയെന്നോ. ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞോ സൂപ്പർ കോൺഫിഡൻ്റ് ആയതുകൊണ്ട് അങ്ങ് റോ ചെയ്ത് അങ്ങ് പോയി. അർജുൻ ചേട്ടനും
പിന്നെ അരുൺചേട്ടനും അനുവും ഓൾമോസ്റ്റ് കയാക്കിംഗ് ആയിട്ട് സെറ്റായി വന്നു. ഞങ്ങളങ്ങനെ കുറേ ഡിസ്റ്റൻസ് പോയി കേട്ടോ. ആ മോർണിംഗ് ടൈമിൽ ആ കായലിൻ്റെ നടുക്ക് ഇങ്ങനെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കാണുന്നത് സെറ്റായിരുന്നു കേട്ടോ. സൂപ്പർ ഫീലിംഗ് ആയിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ആ ഒരു ടൈം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അമ്മയായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നല്ലോണം എൻജോയ് ചെയ്തേനെ. കണ്ടോ കുഞ്ഞാവയെ കണ്ടു കിട്ടി. ഞങ്ങളൊക്കെ എത്തുന്നതിന് മുന്നേ കുഞ്ഞാവ ഈ ഒരു ഡിസ്റ്റൻസൊക്കെ വളരെ ഫാസ്റ്റായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ ചേട്ടൻ എനിക്ക് അവിടെയുള്ള ഓരോ സ്പോട്ടുകളുടെയും പ്രത്യേകതകൾ, അവിടെ ഏതൊക്കെ ഷൂട്ട് നടന്നിട്ടുണ്ട്, ഏതൊക്കെ ആക്ടേഴ്സ് വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ഇവിടെയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ, അവർ ഈ കായലിൽ കൂടെയുള്ള അവരുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെയാണ്, സ്കൂൾ കുട്ടികൾ എങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ വെള്ളത്തിലുള്ള ഈ സംഭവം, അതിനെ നീർക്കാക്കാന്നല്ലേ പറയുന്നത്, അതിനൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പ്ലേസിൽ ഇഷ്ടം പോലെ പരുന്തുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നത്, അതായത് നാച്ചുറൽ ബ്യൂട്ടിയിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. അരുൺചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ, ഒരാളെയും കൊണ്ട് റോ ചെയ്യുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചേട്ടൻ കുറച്ച് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. അർജുൻ ചേട്ടനും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലല്ലോ, അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കൈക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ ഒരാൾ തകർത്ത് ബ്ലോഗിങ് ആണ്, പക്ഷേ കാര്യമില്ല കേട്ടോ, ഒന്നും എഡിറ്റ് ചെയ്തിടില്ല, ഞാനാണ് എപ്പോഴും ഫസ്റ്റ് ഇടുന്നത്. എന്തായാലും ആലപ്പുഴയിൽ വന്നിട്ട് ഹൗസ് ബോട്ടാണെങ്കിലും ഈ ഒരു കയാക്കിംഗ് ആണെങ്കിലും ഞങ്ങൾക്ക് തന്നൊരു ജോയ് ഇസ് സംതിങ് സോ ഡിഫറെൻറ്റ് ആൻഡ് വിൽ ബി ചെറിഷ്ഡ് ഫോർ എവർ. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അതിന് ഓസ്കാർ ക്രൂസിനെയാണ് താങ്ക് ചെയ്യുന്നത്. ഓസ്കാർ ക്രൂസിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ റൈറ്റ് ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റിയത്. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പേടിച്ചിട്ട് പോവണ്ട എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഇങ്ങനെ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അയ്യോ എത്തിപ്പോയല്ലോ എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. കൊച്ചേബി നല്ല ചമത്ത് കുട്ടിയായിട്ട് നല്ല ഡീപ്പ് സ്ലീപ്പിലായിരുന്നു. ഞങ്ങൾ പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഒരു 10 ദിവസം അടുപ്പിച്ച് കയാക്കിങ് ചെയ്താൽ നമ്മളെല്ലാം പകുതിയാവും ഗൈസ്. നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അരുൺ ചേട്ടന് മസാജ് ചെയ്ത് കൊടുത്തു, ആശമ്മ അർജുൻ ചേട്ടന് മസാജ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങളൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ വന്നു. കൊച്ചുബേബി എഴുന്നേറ്റു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് ടൈമായി. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ പതിവില്ലാതെ നമ്മളെല്ലാവരും 5:45 എഴുന്നേറ്റത് കൊണ്ടും കൂടി വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയത് പുട്ടും കടലക്കറിയുമാണ് കേട്ടോ. ഞാൻ നല്ല രീതിയിൽ പേടിച്ചു. ഞാൻ വിചാരിച്ചു ഇനി രാവിലെയും പുട്ടും മീനും കൊണ്ട് വെക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇല്ലായിരുന്നു, നോൺ വെജ് ഇല്ലായിരുന്നു, വെജായിരുന്നു. യെസ്, രാവിലെ ആകുമ്പോഴാണ് ഹൗസ് ബോട്ട് ഇങ്ങനെ ട്രിപ്പ് അടിക്കുന്നത് കേട്ടോ. അതുവരെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇട്ടേക്കായിരിക്കും. നൈറ്റ്, അതായത് ഒരു 6 മണിക്ക് ശേഷം ഹൗസ് ബോട്ട് അനക്കില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ടിങ്ങനെ റൗണ്ടൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ആ ടൈമിൽ അടിപൊളിയായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. സംഭവം ചൂടായിരുന്നു. ചൂടത്ത് ഈ ഒരു കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്ര ഫീൽ ചെയ്തില്ല. ഹൗസ് ബോട്ട് മൂവിങ് ആയിരുന്നുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ വെയിലടിച്ച് ഞങ്ങൾ വല്ലാതെ കരിയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ പിന്നീടാണ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു പുട്ടും കടലക്കറിയും. നല്ല ടേസ്റ്റി ആയിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഷുഗറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ. കൊച്ചു ബേബി ഒരു രീതിയിലും ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. എൻ്റെ ദൈവമേ, നിരാഹാരമായിരുന്നു കൊച്ചു ബേബി. വീണ്ടും ഞങ്ങളുടെ കരോക്കെ സെഷൻസ് റിസ്യൂം ചെയ്തു. ഞാൻ നല്ല കൊടും വെയിലത്ത് പോയി നിന്ന്
പാട്ടും ഡാൻസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനായി ഞാൻ ബലി കൊടുത്തത് ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന എൻ്റെ സ്കിന്നാണ് കേട്ടോ. സൺസ്ക്രീൻ തേച്ചത് എല്ലാം വെറുതെ ആയി, നല്ല രീതിയിൽ കരിഞ്ഞു കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, നല്ല രീതിയിൽ ടാൻ അടിച്ചു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടാൻ അടിച്ചു. എൻ്റെ മോൻ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി, വല്ലാതെ അങ്ങ് വാടിപ്പോയി. എന്തായാലും സാരമില്ല, കുറച്ച് സന്തോഷങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെ നമ്മൾ ത്യജിക്കണമല്ലോ. ഞാൻ ത്യജിച്ചു. രാവിലെ എഴുന്നേറ്റതുകൊണ്ട് ഉറക്കം ബ്രേക്ക് ആയതുകൊണ്ട് എനിക്ക് ഒട്ടും അവരുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നു കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്ന് ഞങ്ങളുടെ തിങ്സൊക്കെ പാക്ക് ചെയ്ത് ഹൗസ് ബോട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിരുന്നത്. അവിടേക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചതിന് ശേഷം ഇനി അടുത്ത റൈഡെന്ന് പറയുന്നത് ഷിക്കാര റൈഡാണ് കേട്ടോ. അത് ഒരു കുട്ടി ബോട്ടാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ഇവർ കുറേ ഇങ്ങനെ റൗണ്ട് അടിപ്പിക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഇറങ്ങി ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. അങ്ങനെ എവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണോ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ഫുൾ റൈഡ് അടിച്ചിട്ട് ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമ്മളെ തിരിച്ച് കൊണ്ടുവരും. ഇതാണ് ആ ഷിക്കാര റൈഡിനുള്ള ബോട്ട്. ഇത്രയേ ഉണ്ടാവുള്ളൂ. നമുക്കിങ്ങനെ ഇരുന്ന് ഓരോ സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോവാം. ഇവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. വെള്ളം വാങ്ങിക്കാനാണ് സ്റ്റോപ്പ് ചെയ്തത് കേട്ടോ. അവിടെ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഇതുപോലെ പരുന്തിനെ കാണുവേ. അതൊക്കെ ടേംഡ് ആയിട്ടിരിക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിൽ അതിനെ എടുക്കാം, അത് കയ്യിൽ വന്നിരിക്കും. അങ്ങനെ ഭയങ്കര കമ്പനി ആയിട്ടുള്ള പരുന്തുകളാണ് കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടൻ്റെ കയ്യിലോട്ടത് വന്നു. ഞാൻ വാങ്ങിച്ചില്ല, എനിക്ക് പേടിയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ ഐസ്ക്രീമൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോട്ട് സൈഡിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീമൊക്കെ പർച്ചേസ് ചെയ്യാം. അടിപൊളിയല്ലേ? ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഐസ്ക്രീം കഴിക്കാനുള്ള കൊതി കൊണ്ടല്ല, ഇങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിക്കാനുള്ള കൗതുകത്തിനാണ് ഞങ്ങളെല്ലാവരും ഐസ്ക്രീം വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ കുറച്ച് മാംഗോ ഐസ്ക്രീം, കോർനെറ്റോ, ചോക്കോ ബാർ ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ആക്ച്വലി നല്ല വെയിലത്ത് വാടിക്കരിഞ്ഞിരിക്കുവാണ്, നല്ല വിയർക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഐസ്ക്രീം കഴിച്ചു. ഇതിൻ്റെയൊക്കെ പണി ഞങ്ങൾക്ക് പിന്നീടാണ് വന്നത് കേട്ടോ. നല്ല രീതിയിൽ ജലദോഷമൊക്കെ അടിച്ചു. ഈ സൈഡിലെ ഏറ്റവും ഫേമസ് ഈ ഷാപ്പ് ഫുഡാണല്ലോ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയോടല്ല പോയത്. കാരണം അർജുൻ ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെജ് ഫുഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെയൊക്കെ ഇതെല്ലാം നോൺ വെജിനാണ് ഫേമസ്. പ്രത്യേകിച്ച് മീൻ, ഈ പുഴമീനോ അങ്ങനെ എന്തൊക്കെയോ. എന്തായാലും ഞങ്ങൾ വന്ന ഈ ഷാപ്പ് സ്ഥലത്ത് ഭയങ്കര ആളായിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ട്രിപ്പൊക്കെ വന്ന് അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ടേംഡ് ആയിട്ടുള്ള പരുന്തുണ്ടെന്ന്. അതിൻ്റെ കഷ്ടത എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. എൻ്റെ ദൈവമേ, വരുന്ന ആൾക്കാർക്ക് ഒരു മര്യാദയില്ല കേട്ടോ. അതിൻ്റെ കാലിൽ പിടിച്ച് വലിക്കുന്നു, ചിറകി പിടിച്ച് വലിക്കുന്നു, വല്ലാത്ത രീതിയിൽ പിടിച്ച് വലിക്കുന്നു. പക്ഷേ ഈ പരുന്ത് എനിക്ക് തോന്നുന്നത് ആൾക്കാരായിട്ട് അത്രയും കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കും അത് പറന്നു പോകുന്നില്ല. എനിക്കത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി. എന്തോ ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും ഷാപ്പിലെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്നും കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ചോറ്, അതിലൊഴിക്കാനുള്ള സംഭവം, പിന്നെ തോരൻ, അച്ചാർ, ഇത്രയും എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിശന്നിരിക്കേണ്ടി വന്നില്ല, ഫുഡ് കഴിക്കായിരുന്നു. ഒരേ ഒരു ഡ്രോബാക്ക് ഇവിടെ ഹെവി നോൺ വെജ് സ്മെല്ലായിരുന്നു. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത്രയും എക്സ്ട്രീം സ്മെല്ല് എനിക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോഴും കൊച്ചേബി കഴിക്കുന്നില്ല. ഈ ഒരു ഹോൾ ഡേ മോൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ, പിന്നെ പാലേ കുടിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഇതിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മോഷൻ സിക്നസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിന്. ബാക്കി എല്ലാവരും ഫുഡൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ കഴിക്കുന്ന സമയം രാഹുൽ മോളെ എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. അതൊരു വലിയ ഹെൽപ്പായിരുന്നു. കാരണം ഒട്ടും മോള് കോപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് ഈ ഷാപ്പിൽ കിട്ടിയ മീനും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വളരെ ശകലം കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും കാണിച്ചൊരു മണ്ടത്തരമാണ്, തണുത്ത ജ്യൂസൊക്കെ വാങ്ങിച്ച്
കുടിച്ചു. കാരണം ഞാൻ നല്ല ചൂടിൽ നിൽക്കുന്നുണ്ട്, നമുക്ക് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ. എല്ലാം ചേർത്ത് വെച്ചാണ് ലാസ്റ്റ് ഞങ്ങൾക്കൊക്കെ തൊണ്ടയൊക്കെ വയ്യാതായത്. പിന്നെ അപ്പോഴത്തേക്കും മോക്ക് ഉറക്കം വന്നു തുടങ്ങി. ആ ഒരു ട്രിപ്പിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഉറങ്ങി. ഞങ്ങൾ ആ ഉറങ്ങിയ ടൈമിലാണ് വേറൊരു സ്പോട്ടിൽ വന്നത്. രാഹുലാണ് പറഞ്ഞത് ഇവിടെ ഇറങ്ങി നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത്. ഇവിടെ കുറേ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അത് ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങൾ വന്നില്ലെങ്കിൽ, ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കത് മിസ്സാവും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇറങ്ങിയപ്പോൾ കണ്ടൊരു മെയിൻ അട്രാക്ഷനാണ് ഈ ആൾ കേട്ടോ. ഈ പുള്ളി നല്ല സോങ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട്, അതിനെന്താണ് പറയുന്നത്, കുലുക്കി സർബത്താണോ, ഞാൻ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളുടെ പേര് ഞാനൊന്നും നോക്കി വെച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഈ പുള്ളിയെ ഇങ്ങനെ കാണാൻ അടിപൊളിയായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, നല്ല ഡാൻസും നല്ല സൂപ്പർ. അത്രയും വെയിലത്തെ നമ്മളൊക്കെ നല്ല തളർന്ന്, ഇങ്ങനെ ചുമ്മാ റൈഡിൽ ഇങ്ങനെ സുഖിച്ചിരുന്നിട്ടേ നമ്മൾ തളർന്ന്. ഈ പുള്ളി ഇത്രയും വെയിലത്ത് ഇത്ര എനർജറ്റിക് ആയിട്ടിരുന്ന് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്ത് ഇങ്ങനൊരു ബിസിനസ്സും കൂടെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും സത്യം പുള്ളിയെ സമ്മതിക്കണം. എന്തായാലും അവിടെ എല്ലാവരും ഈ പുള്ളി ഇങ്ങനെ കണ്ട് അറിയാതെ അവരും കൂടെ ഡാൻസ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ. എന്തായാലും രാഹുൽ പറഞ്ഞ പോലെ ഈ ഒരു പ്ലേസിൽ വന്നില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയേനെ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ ഇങ്ങനത്തെ ജ്യൂസ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഉപ്പിലിട്ട കുറച്ച് സാധനങ്ങൾ അങ്ങനെയും കിട്ടും, പിന്നെ കുറച്ച് ടോയ്സ് ഉണ്ട്. അങ്ങനെ ജസ്റ്റ് വന്ന് ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്ലോട്ടിംഗ് ഷോപ്പിംഗ് ഏരിയ ആണ് കേട്ടോ ഇത്. ഷിക്കാര ബോട്ട് റൈഡിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞങ്ങൾക്ക് ഈ ഒരു പോയിന്റിൽ വന്നിരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കരമായ വെയിൽ കാരണം പറ്റുന്നില്ലായിരുന്നു. വൈകിട്ട് കുറച്ച് വെയിൽ താന്നപ്പം ഞാനും ആനും കൊച്ചേബി ഓടിച്ചെന്ന് അതിൻ്റെ അറ്റത്ത് പോയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരുന്ന്. ഈ ഒരു റൈഡ്, നല്ല കാറ്റ്, വെള്ളത്തിൻ്റെ ആ ഒരു തണുപ്പ്, കുറച്ചും കൂടെ നല്ലൊരു വ്യൂ, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഞങ്ങൾ ഹൗസ് ബോട്ടിൽ നിന്ന് നേരത്തെ പാക്ക് ചെയ്ത് കാറിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതിൻ്റെ റീസൺ അവിടെ അടുത്ത ആളായിരുന്നു കേട്ടോ. ഹൗസ് ബോട്ടിൻ്റെ ടൈം എനിക്ക് തോന്നുന്നു ഒരു 12 PM വരെ ആണെന്ന് തോന്നുന്നു. 12 PM 9 AM അങ്ങനെ എന്തോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 10 മണിയായപ്പോഴത്തേക്കും ചെക്കൗട്ടായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ആൾ കയറുകയും ചെയ്തു. ഞങ്ങളുടെ തിങ്സൊക്കെ കാറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഷിക്കാര റൈഡിലോട്ട് പോയത്. പിന്നെ ഈ ഒരു പോയ ടൈമിൽ ഞങ്ങൾക്ക് ഇടയ്ക്കൊന്ന് റെസ്റ്റ് റൂമിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പം ഷിക്കാര ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റ് റൂമിലൊക്കെ പോയി ഫ്രഷ് ആയിട്ടാണ് വന്നത്. ഷിക്കാര റൈഡ് ഞങ്ങൾ എല്ലാവരും സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് തിരിച്ച് പോകാൻ ടൈമായി. ബിഗ് താങ്ക്സ് ടു രാഹുൽ. രാഹുൽ ത്രൂ ഔട്ട് എൻ്റർടൈനിങ് ആയിരുന്നു. ഞങ്ങൾ ഒരു സ്പോട്ടും മിസ് ചെയ്യിക്കാതെ എല്ലാ സ്ഥലത്തോട്ടും കൊണ്ടുപോയി. അപ്പോൾ ഓസ്കാർ ക്രൂസിന് ബിഗ് 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 താങ്ക്സ്. നിങ്ങളെല്ലാവരും ആലപ്പുഴയിൽ പോകുന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തേക്കാം. സോ ഇത് താരയാണ് ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് തന്നത്. അപ്പം മറക്കണ്ട, ചെക്ക് ചെയ്ത് നോക്കൂ, ആലപ്പുഴയിലോട്ടൊരു വിസിറ്റ് അടിക്കൂ. യു ഗൈസ് വിൽ ലവ് ഇറ്റ്. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ അമ്പലപ്പുഴയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അർജുൻ ചേട്ടൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടാണ്. സോ വെയിറ്റ് ഫോർ പാർട്ട് 3 ഗൈസ്.